ഹലോ 2024 PM ഫൗണ്ടേഷൻ അഥവാ പി മുഹമ്മദ് അലി ഫൗണ്ടേഷൻ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് അപേക്ഷ നൽകാവുന്നതാണ്. CBSE വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 10ാം ക്ലാസ്സിലെ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 90% മുകളിൽ മാർക്ക് നേടിയിരിക്കണം. PM ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത് പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ്. ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനുള്ള പരീക്ഷാ സെൻറ്ററുകൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് PM ഫൗണ്ടേഷൻ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷനിൽ ബന്ധപ്പെട്ടവർ ക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് അപ്ലിക്കേഷൻ ഓൺലൈനായി നൽകുക എന്ന് നമുക്ക് നോക്കാം. PM ഫൗണ്ടേഷൻ സ്കോളർഷിപ്പിന് എങ്ങനെ നമുക്ക് അപേക്ഷ നൽകാമെന്ന് നോക്കാം. www.pmfonline.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാം. അവിടെ മുകളിൽ അപ്ലിക്കേഷൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇടതുഭാഗത്ത് കാണാവുന്നതാണ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2024. അവിടെ ആദ്യം തന്നെ അപേക്ഷ നൽകുന്നതിൻ്റെ മുമ്പ് വിദ്യാർത്ഥികൾ റീഡ് ഇൻഫർമേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ഇവിടെ മലയാളത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. അത് കൃത്യമായി വായിച്ച് നോക്കിയതിൻ്റെ ശേഷം മാത്രമാണ് ഓൺലൈനായി വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2024 എന്ന് പറയുന്ന ലിങ്കിൻ്റെ ഏറ്റവും വലതു ഭാഗത്തായി രജിസ്റ്റർ ആൻഡ് അപ്ലൈ എന്ന ബട്ടൺ ഇവിടെ കാണാം. ഒരു നീല ബട്ടൺ ഇവിടെ കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ബേസിക് ഇൻഫർമേഷൻ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ 2024. അവിടെ വിദ്യാർത്ഥികളൊന്നും ചെയ്യേണ്ടതില്ല. തൊട്ട് താഴെ നെയിം, ജെൻഡർ, ക്വാളിഫൈഡ് എക്സാമിനേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ഡീറ്റെയിൽസുകളെല്ലാം തെറ്റാതെ അവിടെ എൻ്റർ ചെയ്യുക. താഴേക്ക് എൻ്റർ ചെയ്യുക. അവിടെ വലതു ഭാഗത്ത് രജിസ്റ്റർ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ രജിസ്റ്റർ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക. ഏത് സ്കൂളിലാണ് പഠിച്ചതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതുക. എക്സാം സ്കോർ അവിടെ സെലക്ട് ചെയ്യുക. എക്സാം സ്കോർ ഇവിടെ ഫുൾ A+ ആണെങ്കിൽ അവിടെ അങ്ങനെ സെലക്ട് ചെയ്യണം. തൊട്ടടുത്ത് ഏതാണെന്ന് വെച്ചാൽ അത് അവിടെ സെലക്ട് ചെയ്ത് തൊട്ട് താഴെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. തൊട്ട് താഴെ വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ഡിക്ലറേഷൻ അവിടെ ഇടതുഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പ്ലേസും സെക്യൂരിറ്റി കോഡ് വലതുഭാഗത്ത് കാണുന്ന സെക്യൂരിറ്റി കോഡും എൻ്റർ ചെയ്ത് തൊട്ട് താഴെ അപ്ലൈ നൗ എന്ന ലിങ്ക് നീല ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയാകുന്നതാണ്. ഏതായാലും വിദ്യാർത്ഥികൾക്ക് ഇത് നല്ലൊരു അവസരമാണ്. 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾ CBSE വിദ്യാർത്ഥികളാണെങ്കിൽ 90% മാർക്കിൽ മുകളിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് അപേക്ഷ നൽകാവുന്നതാണ്. പരീക്ഷയിൽ നിശ്ചിത ശതമാനം മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡും നൽകുന്നതായിരിക്കും. ആയതുകൊണ്ട് ഈ അവസരം പരമാവധി എല്ലാ വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. 1988 സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് PM ഫൗണ്ടേഷൻ. നാളിതുവരെയായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കേരളത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മഹത്തായ സ്ഥാപനമാണ്, ഒരു ഫൗണ്ടേഷനാണ് PM ഫൗണ്ടേഷൻ അഥവാ പി മുഹമ്മദ് അലി ഫൗണ്ടേഷൻ. ആയതുകൊണ്ട് ഈ വരുന്ന ജൂൺ 20-ാം തീയതി വൈകിട്ട് 5 മണി വരെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് അപേക്ഷ നൽകാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.